ഹായ്, നമ്മളെല്ലാവരും യാത്ര പോകുന്ന ആളുകളാണ് അല്ലേ? യാത്ര പോകുന്ന സമയത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഗൂഗിൾ മാപ്സ് എന്ന് പറയുന്നത്. ആ ഗൂഗിൾ മാപ്സിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടെക്നിക്ക് ഞാനിവിടെ എല്ലാവർക്കും കാണിച്ചു തരാം. ഗൂഗിൾ മാപ്സ് ഇൻസ്റ്റാൾ ചെയ്യാത്തവർ ആരും ഉണ്ടാവില്ല. ഇൻസ്റ്റാൾ ചെയ്തവർ ഒന്ന് ഓപ്പൺ ചെയ്യാം. ജസ്റ്റ് ഒന്ന് ഗൂഗിൾ മാപ്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ് ഞാൻ കാണിച്ചു തരാം. അപ്പൊ നമ്മൾ ഗൂഗിൾ മാപ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കണ്ടില്ലേ, ഈ ഒരു ഐക്കൺ കാണുന്നില്ലേ, അവിടെ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എവിടേക്കാണ് പോകേണ്ടതെന്നുള്ളത് നമ്മുടെ പ്രസന്റ് ലൊക്കേഷൻ, കറന്റ് ലൊക്കേഷൻ ഏറ്റവും മുകളിൽ കാണിക്കുന്നുണ്ട്. അതിന്റെ തൊട്ട് താഴെയായിട്ട് നമുക്ക് എവിടേക്കാണ് പോകേണ്ടതെന്നുള്ളത് നമുക്കിവിടെ ഡെസ്റ്റിനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിന് താഴെ കണ്ടില്ല നമ്മൾ എങ്ങനെ നടന്നിട്ടാണോ പോകുന്നത് അല്ലെങ്കിൽ കാറിലാണോ ഒക്കെ നോക്കുന്നത്. ഞാൻ ഇവിടെ നടന്നു പോകുന്ന സമയത്തുള്ള ഒരു ഓപ്ഷനാണ് പറയുന്നത്. നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഏതെങ്കിലും ഒരു സ്ഥാപനത്തിലെ ഒരു ഹോസ്പിറ്റലിലേക്കോ അല്ലെങ്കിൽ ഹോട്ടലിലേക്കോ അങ്ങനെയൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് അറിയാത്തൊരു സ്ഥലമാണെന്ന് വിചാരിക്കുക. അപ്പൊ ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെ സെർച്ച് ഓപ്ഷനിൽ കൊടുത്ത് ലുലു മാളിലേക്ക് പോവാണ്. ലുലു മാളിലേക്കുള്ള ഡിസ്റ്റൻസ് ഒക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. അതിന്റെ തൊട്ട് താഴെയായിട്ട് വാക്ക് കാണിക്കുന്നുണ്ട്. നമ്മൾ നടന്നിട്ടാണ് പോകുന്നത് എന്നുള്ളത് കാണിക്കുന്നുണ്ട്. എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. എത്ര മണിക്കൂർ എടുക്കുന്നതൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന് മുൻപ് നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് അറിയോ? നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഞാൻ ഇവിടെ പറഞ്ഞുതരാം. അതിനുശേഷം നമ്മൾ ആ ലൊക്കേഷൻ എടുക്കുന്നതാണ് നല്ലത്. അതിനായി നമ്മൾ എന്ത് ചെയ്യേണ്ടത് അറിയോ? ഏറ്റവും മുകളിൽ നമ്മുടെ പ്രൊഫൈൽ ഐക്കണില്ലേ, ആ പ്രൊഫൈൽ ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. സെറ്റിംഗ്സ്, ആ സെറ്റിംഗ്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ആ സെറ്റിംഗ്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും താഴേക്ക് വരുന്ന സമയത്ത് കുറെ താഴേക്ക് വരുമ്പോൾ ഇവിടെ നാവിഗേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. എല്ലാവരും മനസ്സിലാക്കുക, നാവിഗേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ. ആ നാവിഗേഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷനിലേക്കാണ് വരുന്നത്. ഈ ഒരു ഇന്റർഫേസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ താഴേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഏറ്റവും മുകളിൽ ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്, അതായത് വോയിസ് സെലക്ഷൻ എന്നുള്ളത്. അത് ഇവിടെ ഇംഗ്ലീഷിലാണുള്ളത്. അത് ഞാൻ എന്താക്കാണ് മലയാളത്തിലേക്ക് വന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന മലയാളത്തിലായതുകൊണ്ട് നിങ്ങളുടെ ഭാഷ ഏതാണോ വെച്ചാൽ നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്യാം. ഇംഗ്ലീഷ് ആണ് ഇംഗ്ലീഷ് സെലക്ട് ചെയ്യാം. ഞാനിവിടെ മലയാളം സെലക്ട് ചെയ്യണം. ആ ഇംഗ്ലീഷ് എന്നുള്ള ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മലയാളത്തിലേക്ക് മാറ്റാൻ പറ്റും. മലയാളം ആണ് ഇവിടെ സെലക്ട് ആയിട്ടുണ്ട്, മലയാളം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും താഴേക്ക് വരിക. ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ കണ്ടില്ലേ, ഏറ്റവും താഴേക്ക് വരുന്ന സമയത്ത് ഇവിടെ വാക്ക് ഓപ്ഷൻസ് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. കണ്ടില്ലേ, വാക്കിംഗ് ഓപ്ഷൻസ് പറയുന്ന ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇവിടെ തൊട്ട താഴെ കാണിക്കുന്നുണ്ട് ഡീറ്റെയിൽഡ് വോയിസ് ഗൈഡൻസ് പറയുന്ന ഓപ്ഷൻ. ഇത് ഓഫാണ്. എല്ലാവരുടെ ഫോണിൽ ഇത് ഓഫ് ആയിട്ടായിരിക്കും. ഇവിടെ ഓൺ ചെയ്ത് വെക്കുക. ഇത് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ സ്ഥാപനത്തിൽ എത്തുന്നവരെ നമുക്ക് എത്ര ഡിസ്റ്റൻസ് ഉണ്ട്, എത്ര വളവുകൾ ഉണ്ട്, എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നമ്മളോട് കൂടെ ഒരാൾ വന്ന് പറയുന്ന പോലെ